കടലിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ചെലവ് കൂടുതലാണ്. സാങ്കേതികമായിട്ട് കുറെ കാര്യങ്ങൾ അല്ല മണ്ണ് ഇറക്കാൻ സ്ഥലമില്ല, അതാണ് പ്രശ്നം. കഴിഞ്ഞ കോണ്ടാക്ട് മണ്ണിടാൻ വേണ്ടിക്ക് നമ്മളെ പാലക്കോട് താഴ്വാരത്തിൽ ഇഷ്ടംപോലെ സ്ഥലം കാണിച്ചു കൊടുക്കും. അടുത്തേക്ക് ഒരു തയ്യാറല്ല. കാരണം അവർക്ക് ആരും കാണാത്ത സ്ഥലത്ത് ഈ മണ്ണ് സേവിക്കണം. പൊതുജനങ്ങൾ കാണാത്ത അങ്ങനെയുള്ള സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവരെ കാര്യങ്ങൾ നടക്കും. നമ്മ എത്ര ഈ ഭാഗത്ത് കാണിച്ചു കൊടുത്ത് പാലക്കോട് വിടാൻ തയ്യാറല്ല. ഇവിടുത്തെ സ്ഥലം കാണിച്ചു കൊടുത്തു. നമ്മളവിടെ പ്രശ്നമായപ്പോൾ സെയ്ത് ഇടപെട്ടിട്ട് സെയ്ത് പറഞ്ഞ കാര്യത്തിൽ പാലക്കോട് വീട് സെയ്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഇവിടെ സ്ഥലം കൊടുക്കാനാണ്. അപ്പൊ അവർക്ക് നിശ്ചിത ഒരു സ്ഥലത്ത് തന്നെ ഇടണമെന്നില്ല. അത് അവർക്ക് അത് നല്ല അഴിമതി നടത്താറ്. അതന്നെ വേറൊന്നല്ല. നമുക്ക് ആളുകൾ സംസാരിക്കുന്നില്ല. ഓർക്ക് എന്താ ട്രെജ് ചെയ്യലും ഒരാൾ തന്നെ, ഇത് ലേലം കൊള്ളുന്ന ഒരാൾ തന്നെയാണ്. ഇത് പൊതുമുതലല്ലേ. ഇവിടെ എവിടെയും ചെയ്തോട്ട് ചെയ്തിട്ട് അവർ ഒരു എടുത്തോട്ട് വേണമെങ്കിൽ അതിവിടെ സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട്. അതിനല്ലേ അവർ നിൽക്കാത്തത്. ഒരു നേടം വരെ സ്ഥലമുണ്ട് ഇവിടെ. ഈ 4 വർഷം നമ്മൾ സഹിച്ചില്ല ഇതിന് വേണ്ടിയിട്ട്. നമ്മൾ റോഡ് വരെ എപ്പോൾ 10 കൊല്ലം പൊളിഞ്ഞ റോഡാണ്. ഇത് ടാർ ചെയ്ത വിറ്റാണ് ഈ ട്രെഡ്ജിങ് വരുന്നത്. എന്നിട്ട് നമ്മൾ എന്താണ് ഇത് ശരിയായിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ റോഡ് മൊത്തം പൊളിഞ്ഞത്. ഒരു ഓട്ടോ പോലും പിടിച്ച് പാസ് ചെയ്യേണ്ടി വരുന്നത്. ആ അവസ്ഥയിലേക്കായി. ഇവർക്ക് ഇത് കൊല്ലം ഡ്രഡ്ജ് ചെയ്യണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ പുളിമൂട്ടി ഇത് അവസാനിച്ചാൽ ഇതിൻ്റെ പണി ഈ ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഓരോ വെക്കാൻ പോകുന്ന ഡിമാൻഡ് ഇനിയിപ്പോൾ ഓരോ ഡിമാൻഡ് വെക്കല് കൊല്ലം ഇത് ചെയ്യണം. ആ ഡിമാൻഡ് വെക്കും. പൂഴി ഇനിയും ഇതിന്റെ ഉള്ളിലേക്ക് ഇനിയും ഡ്രഡ്ജ് അടിക്കേണ്ടി വരും. ഇത്ര വലിയ ആവിയല്ല കപ്പലേറ്റാണ് കപ്പല് ഭാവിയിൽ വന്നെങ്കിലും എന്താണെന്ന് അറിയാത്ത ഈ 2 സൈഡിലെ കല്ലും കൊണ്ടാക്കി ഒരു ഗ്യാപ്പ് ഇങ്ങനെ വെച്ചു എന്നിട്ട് തീർന്ന മണ്ണ് വെച്ചു. എന്താ കഴിവ് തീരും ഒരു പ്രശ്നം. അതന്നെ വായി ചെറുതാക്കിയാൽ മതി. ഇങ്ങനെ എഞ്ചിനീയർ വന്നിട്ട് ചെയ്യണമെന്നില്ല. എല്ലാവർക്കും ഒരു 100 മീറ്റർ വായു വേണ്ടി 100 മീറ്ററിന്റെ പുഴക്ക് 150 മീറ്റർ വായു വെച്ചാൽ ഒഴുക്കുണ്ടാവോ? ഒഴുക്ക് പവർ വേണ്ടേ? എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ല. ഒഴുക്ക് നമുക്ക് അവിടെ ഒഴിവായി. ആ വെള്ളം ഇങ്ങോട്ട് വരുന്നത് ആ ശക്തി കുറയുന്നു. ആ വെള്ളത്തിന്റെ ശക്തി കുറഞ്ഞു. ശക്തി കുറഞ്ഞുകൊണ്ട് അപ്പുറത്തെ മണ്ണ് ആർന്ന് വരുന്ന മണ്ണാണ് മൊത്തം ഉള്ളിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ഡ്രഡ്ജിങ് കഴിച്ചാലും മണ്ണുള്ളിലേക്ക് ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഇതാണ് വരുന്നത്. നമുക്ക് ശാശ്വതമായിട്ട് ആ കല്ലെടുത്ത് ഒഴിവാക്കാൻ നമുക്ക് ആർന്ന് മുറിക്കാൻ എല്ലാത്തോടും ഒരു പരിഹാരം. 90 മീറ്റർ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഇക്കല്ല പിന്നെ എന്തിനൊക്കെ ഉള്ളി കിട്ടണമെങ്കിലായിട്ട് ഇക്കല്ല നമുക്ക് ഒഴിവാക്കാണ്ട് അങ്ങനെ അത് ഇതായിരുന്നു. ആ കല്ലെടുത്ത് കഴിഞ്ഞാൽ അപ്പുറം മുട്ടിച്ച് അന്നേരം ഇക്കല്ലിനെ കൊണ്ട് പിന്നെ പറയുന്നത് ഇതിങ്ങിട്ടതിനെ കൊണ്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. എല്ലാം ഒരു കാര്യം ചെയ്യണം. ഇയാള് ഫൈറ്റ്